ഡാ ആ 35 ലെൻസ് 35 കൊണ്ടുപോവാ. ഈ ഒരു സാധനം നമ്മൾ വെഡിങ്ങിന്റെ ഇടയിൽ പല ഫോട്ടോഗ്രാഫർമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഷൗട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു വെഡിങ്ങിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ആ പരിപാടിനെ അലങ്കോലപ്പെടുത്തുന്ന പരിപാടിയാണ്. കാരണം ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്ര ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിലാവാം. പൊതുവെ വെഡിങ്ങിൽ ഷൂട്ട് ചെയ്യാൻ പോയാൽ അധികം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മാന്യമായ കാര്യം. ചില സമയങ്ങളിൽ ഇങ്ങനെ കിടന്ന് നമുക്ക് ഷൗട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ആ ഫ്രസ്ട്രേഷന്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ലെൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് കിട്ടിയില്ല, പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ആ ഫ്രസ്ട്രേഷന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു സൈൻ ലാംഗ്വേജ് ആണ്. ഇപ്പം എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഒരാൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പം എനിക്കൊരു 35 വേണമെങ്കിൽ ഞാൻ 35 എന്ന് കാണിക്കും, 50 വേണമെങ്കിൽ 50, 85 വേണമെങ്കിൽ 85. ഇത് കാണിക്കുമ്പോൾ തന്നെ ഏതാണ് ലെൻസ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒരു നോട്ടം പോലും നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ ഒരു കാര്യം അവരെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഈസിയാണ്. നമുക്ക് അവിടെ കിടന്ന് അലറേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു ടെക്നിക്ക്. ഈ ടെക്നിക്ക് ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ അസിസ്റ്റൻസിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സൈൻ ലാംഗ്വേജ് ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി സോൾവ് ആയി. പിന്നെ നമുക്ക് വെഡിങ് വെന്യൂവിൽ കിടന്നിട്ട് അലറണ്ട, ബഹളം വയ്ക്കണ്ട, ആ ഒരു ഇവന്റിനെ നശിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ യു ടേക്ക് കെയർ, ബൈ.